മുതലേ അവരെ ചിന്തിക്കുന്നവരാക്കി മാറ്റണം. ചിന്തിക്കുന്നത് മാറ്റി അവർക്ക് അതിനുള്ള റിസർച്ച് ചെയ്യാനുള്ള അവസരങ്ങൾ LKG മുതൽ ഒരുക്കണം. അങ്ങനെ ഒരുക്കണമെങ്കിൽ സ്കൂളുകൾ മാറേണ്ടതുണ്ട്. സ്കൂളുകളിൽ വലിയ വലിയ ലാബുകൾ വരേണ്ടതുണ്ട്, റിസർച്ച് സെന്ററുകൾ വരേണ്ടതുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് ട്രെയിൻ ചെയ്യാൻ പറ്റുന്ന അധ്യാപകർ വരണം. നമ്മൾ ഇതുപോലെ പുസ്തകം പഠിപ്പിച്ച് വെച്ചിട്ട് വന്നിരിക്കുന്ന കുറെ PhD എടുത്ത അങ്ങനെയുള്ളവരെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരെ മാറ്റി ട്രെയിൻ ചെയ്യണം. ഇതൊക്കെ 25 വർഷത്തിന് മുമ്പേ വന്നെങ്കിൽ എന്നെ പോലുള്ള ഒരു ലൈഫേ മാറിപ്പോയാണ്. എന്നെ പോലുള്ള ലൈഫേ മാറിപ്പോയെന്ന് പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ വളരെ മോശമാണ് കേട്ടോ. ഞാൻ പറഞ്ഞ മനസ്സിലായി. അത് ബാക്കി ഞാൻ പറഞ്ഞിട്ടുണ്ട് ബാക്കിൽ നിന്ന് വരെ. കാരണം ഒരു ക്ലാസ്സിലിരിക്കുന്ന 30 കുട്ടികളുണ്ടെങ്കിൽ 10 കുട്ടികളെ സയൻസിൽ മിടുക്കരായുള്ളൂ. ബാക്കി 20 കുട്ടികൾ അത് മറ്റു കാര്യങ്ങളിലായിരിക്കും മിടുക്കരായിരിക്കുന്നത്. അവരെ ഈ സയൻസിൽ നല്ല താല്പര്യമുള്ള കുട്ടികളെ എങ്ങനെ തിരിക്കണോ അവരെ അതുപോലെ മാറ്റി കൊടുക്കണം. അവസരം ഒരുക്കി കൊടുക്കണം. സബ്ജക്റ്റ് നിങ്ങൾ എത്ര വേണോ പഠിപ്പിച്ചോ, എത്ര വേണോ ലാംഗ്വേജ് പഠിപ്പിച്ചോ, എത്ര വേണോ കൊച്ചിലേറ്റ്, ഇതെല്ലാം 14 വയസ്സിന് മുമ്പേ നടക്കണം. അല്ലാതെ 19 വയസ്സായി കണ്ട ആകസ്മികയെ പോലെ 19 വയസ്സിന് ശേഷം ഇതിന്റെ മൈക്രോബയോളജിയായിട്ട് പോകണമെന്ന് പറഞ്ഞിട്ടല്ല. മൈക്രോബയോളജി എടുക്കാൻ പറഞ്ഞ ഒരു കുട്ടി മൈക്രോബയോളജിയുടെ എല്ലാ റിസർച്ചും മനോഭാവവും എല്ലാ റിസർച്ചും എല്ലാം കഴിഞ്ഞ് വേണം ആ കോഴ്സിന് അവിടെ ചെല്ലാൻ. അപ്പോൾ ആ കുട്ടിയുടെ ഫ്രണ്ടിൽ കിട്ടുന്ന മിഷറിയിലെല്ലാം അവൾ പുതിയ പുതിയ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്യും. അവൾ പുതിയത് കണ്ടുപിടിക്കും. നമ്മളെ നാട്ടിൽ ഒരു രോഗം വരേണ്ട അതിനു മുമ്പേ അവർ കണ്ടുപിടിച്ചിരിക്കും. ഒരു വൈറസ് ലാൻഡ് ചെയ്യേണ്ട അതിനു മുമ്പേ അതിന്റെ പ്രതിവിധി കുട്ടികൾ കണ്ടുപിടിക്കും. ഇല്ലാതെ 20-50 ലക്ഷം മണ്ടം പിള്ളേരെ സയൻസ് പഠിപ്പിച്ചിറക്കിയ സ്കൂളുകളാണ് നമ്മൾ. ഇതിൽ കുറച്ച് പേരൊക്കെ ഉണ്ട്, ഇല്ലെന്നൊന്നും പറയണില്ല. അത് എത്ര പെർസെന്റേജ്? 1%. ഈ 1%-ന് നമ്മൾ എന്തിനാ 50 ലക്ഷം പേരെ പഠിപ്പിച്ചിറക്കിയത്? ഈ ചേഞ്ചസ് എത്രയും വേഗം കണ്ടെത്തണം. അതാണ് ഞാൻ നിങ്ങളുടെ ഇനി ഞാൻ വളരെ ഷോർട്ടായിട്ട് പറഞ്ഞു നിർത്താം. കാരണം ക്ലാസ്സിൽ 10 കുട്ടികൾ ഈ മേഖലയിലോട്ട് തിരിച്ചെന്ന് വെച്ചോളൂ. ബാക്കി 20 കുട്ടികൾക്ക് പല രീതിയിലായിരിക്കും ടാലന്റ് ഇരിക്കുന്നത്. ചില കുട്ടികൾക്ക് നല്ല ആക്ടിങ് ആയിരിക്കും ഇരിക്കുന്നത്, ചില കുട്ടികൾ സ്പോർട്സിലായിരിക്കും ഇരിക്കുന്നത്, ചില കുട്ടികൾക്ക് ഹിസ്റ്ററി ആയിരിക്കും, ചിലർ മാത്സ് ആയിരിക്കാം, ചിലർക്ക് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആയിരിക്കും. ഇങ്ങനെ പല പല വിധത്തിലായിരിക്കും കുട്ടികളുടെ സ്കില്ല് വരുന്നത്. അപ്പൊ ഇതിലെല്ലാം തന്നെ ഫണ്ടമെന്റലി എല്ലാവരും ചിന്തിപ്പിക്കുന്ന രീതിയിൽ അതാത് മേഖലകളിൽ ഇവർക്ക് പഠനത്തിനൊപ്പം റിസർച്ച് വെക്കൊണ്ടിരിക്കണം. അങ്ങനെ കുട്ടികൾ ഗ്രോത്ത് ആയി വരണം. അതിന് ഞാൻ ഇനിയിപ്പോ ഒരു 4-5 എക്സാമ്പിൾ വേഗം കാണിച്ചു തരാം. ഇത് നിങ്ങളുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന സാധനമാണ് തേങ്ങ. ഈ തേങ്ങയുടെ കണ്ടന്റ് നിങ്ങൾ സയൻസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചു നോക്കിയേ. ഈ തേങ്ങയിൽ നിന്ന് മെഡിസിൻ എടുക്കുന്നുണ്ടോ? വീട്ടില്